ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു ഹോളിഡേ വന്നതാണ്. ഹോളിഡേ ഞങ്ങൾ കോൺവാൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കോൺവാളിലുള്ള ബൂഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അക്കോമഡേഷൻ്റെ വിശേഷങ്ങളാണ് ഫസ്റ്റ് വീഡിയോ ഞങ്ങളായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസിൻ്റെ ലിങ്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കാരവൻ സ്റ്റേ ഇതാണ്. കാരവൻ സ്റ്റേ നമ്മൾ സ്റ്റേ ഇതിനകത്താണ് കേട്ടോ. 28 ഇതാണ് നമ്മളെ കാരവൻ. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാരവൻസ്. ഇവിടെ നിറയെ കാരവൻസ് ആണ്. എവിടെ നോക്കിയാലും കാരവൻസ്. നല്ല അടിപൊളി സംഭവം, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ. അപ്പൊ നമ്മള് എടുത്തിരിക്കുന്ന കാരവാനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പാർക്ക് വൈറ്റ് മൗത്ത് ബേയിന്റെ തൊട്ടടുത്താണ് ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ബേയിന്റെ വിഷ്വൽസ് ഒക്കെ കാണാം. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് ഉള്ളത്. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. എന്തുകൊണ്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റേ ആണ് ഇവിടെ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും പിന്നെ ഇതിൽ തന്നെ ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള പൂൾ എല്ലാം ഉണ്ട്. പിന്നെ നൈറ്റിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പബ്ബ്, ഡാൻസ്, മ്യൂസിക് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് പല ഭാഗങ്ങളിലേക്കും ട്രാവൽ ചെയ്യാനാണെങ്കിലും ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. ഹാഫ് ആൻ അവർ തൊട്ടിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് പല ഭാഗങ്ങളിലേക്കും ഇവിടുന്ന് ട്രാവൽ ചെയ്യാം. അപ്പൊ നമുക്ക് കാരവാന്റെ ഉള്ളിലേക്ക് പോവാൻ എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്നുള്ളത് കാണാം. അപ്പോൾ വളരെ വിശാലമായ ഒരു സെറ്റ് ഔട്ട് ഒരു ഹോളുണ്ട്. സെറ്റിയൊക്കെ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ ഉണ്ട്, അടിപൊളി കിച്ചൺ ഉണ്ട്. നമുക്ക് പൊതുവെ തന്നെ ഇവിടെ ഇംഗ്ലീഷ് ഫുഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ നമ്മൾ ഏഷ്യൻ ഫുഡുകൾ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ വിശാലമായൊരു ലോഞ്ചാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ലിവിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിശാലമായൊരു ലിവിങ് ഏരിയ ആണ്. അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ, ഒരു സ്റ്റേ. അപ്പോൾ 2 ബെഡ്റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്ന കാരവാന്റെ ഉള്ളിലുള്ളത്. അതിന്റെ വിശേഷങ്ങളാണ് ഇതൊരു ബെഡ്റൂമാണ്. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്. പിന്നെ ഫാമിലിക്ക് താമസിക്കുന്നത്. നമ്മൾ ഇന്നലെ നൈറ്റിൽ വന്നതാണ്. അപ്പോൾ നൈറ്റിൽ വന്നതുകൊണ്ട് തന്നെ കുറച്ച് കാലങ്കോലമായി കിടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നലെ യൂസ് ചെയ്തതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് അലമ്പായി കിടക്കുന്നുണ്ട്. എന്നാലും വളരെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ കിഡ്സിന്റെ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇത് കിഡ്സിന്റെ ബെഡ്റൂമാണ്. 2 കിഡ്സിന് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ കബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കുക ടോയ്ലറ്റ് ആണ്. ടോയ്ലറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ടോയ്ലറ്റ് വളരെ സിമ്പിളാണ്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കൺജസ്റ്റഡ് ആയിരിക്കും പൊതുവെ തന്നെ കാരവാനല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ ഇതുണ്ടല്ലേ, ഷവറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും വേറെ വേറെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ നല്ല വിശാലമായ ഒരു ലിവിങ് സ്പേസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വിശാലമായതുകൊണ്ട് നല്ല വിശാലമായിട്ടാണ് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു വീടിനകത്തുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ TV കാണാനൊക്കെ ആണെങ്കിലും വളരെ നല്ല സ്പേഷ്യസ് ആണ്. എല്ലാം കൊണ്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഇന്നലെ എസ്റ്റേഡ് നൈറ്റിൽ ഇവിടെ എത്തിയതുകൊണ്ട് നമ്മൾ കുറച്ച് അലങ്കോലമായി കിടക്കുന്നുണ്ട്. ഇതിങ്ങനെയൊന്നും ആയിരുന്നില്ല നമുക്ക് കിട്ടിയത്. വളരെ മനോഹരമായിട്ടായിരുന്നു. പക്ഷെ കുറച്ച് വലിച്ചു വാരിയിട്ട പോലെയൊക്കെ തോന്നും നിങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ നൈറ്റിൽ വന്നതാണ്.
സേ ഹായ്. ഹായ്. അപ്പൊ നമ്മുടെ കാരവാനില് ഇന്ന് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുകയാണ്. കാരണം നമുക്കിവിടെ കിട്ടുന്നത് മുഴുവൻ ഇംഗ്ലീഷ് ഫുഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കേരള ഫുഡ് കിട്ടാൻ ഇവിടെ നിവർത്തിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ കാരവാനിൽ തന്നെ ഒരു ചെറിയൊരു ഡിഷ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ഫ്രഷ് മീൻ കിട്ടി. അപ്പൊ എന്താ മീനിന്റെ പേര് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പലതരം മീനാണ്. 2-3 വെറൈറ്റി മീനുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ ഇവിടെ പിന്നെ ഇന്ന് പാചകം ചെയ്തിരിക്കുന്നത്. അതുപോലെ ബസ്മതി റൈസ്. ഇന്നത്തെ ഡിന്നർ ഇതാണ്. അപ്പോൾ കാരമൽ എടുത്ത് താമസിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള കുക്കറി സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ നമ്മളെ കാരവാനിലെ ഫസ്റ്റത്തെ ഡിന്നറാണ്. ചിക്കനും മീനും ബസ്മതി റൈസ് കൊണ്ടുള്ള ചോറും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പം എല്ലാവരും കുടുംബത്തോടുകൂടി കഴിക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഭയങ്കര വിശപ്പാണ് എല്ലാവർക്കും, ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ നേരമില്ല. എല്ലാവരും പ്ലേറ്റിലേക്കാണ് ശ്രദ്ധ. ഇതന്നെ എങ്ങനെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഹായ്. അത് നമ്മുടെ കാരവാൻ സ്റ്റേൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പബ്ബ്, അതുപോലെ തന്നെ ഷോപ്പുകൾ, അതുപോലെ അവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതാണ് നമ്മുടെ കാരവാൻ്റെ ആ സ്റ്റേയുടെ ഭാഗമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ വിങ് ഇവിടെയാണുള്ളത്. ഇതാണ് ഓഫീസ് കം പബ്ബ്. നമ്മുടെ നാട്ടിലെ റിസോർട്ട് പോലെ ഉള്ള ഒരു സംഭവമാണ് ഈ കാരവാൻ സ്റ്റേ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കാരവാൻസ് ആണ്. റൂംസിന് പകരം നമ്മൾ കാരവാൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ ഓഫീസ്. അതിൻ്റെ ലോൺ ഏരിയ ഒക്കെ ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ 3-4 ദിവസത്തെ നമ്മളെ സ്റ്റേ ഇവിടെ അവസാനിക്കാൻ ഇന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ 3-4 ദിവസം താമസിച്ച് ഞങ്ങളുടെ 28 കാരവാൻ ഇന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ 3-4 ദിവസം ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഇതേപോലെ ഈ ഒരു കാരവാൻ ഇനിയും നമ്മൾ വന്ന് താമസിക്കുമെന്ന് അറിയില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുന്നു സ്റ്റേ ആയിരുന്നു ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.